മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കൂ. അപ്പോൾ സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദ്വൈപായനനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് മറ്റു രണ്ട് അഗ്നികളെ പോലെ വന്നു നിന്നു. അവർ പറഞ്ഞു, പല ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരാരും ഈ ഒരു അസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങൾ എന്തേ ഈ മഹാനാശകാരിയായ സാഹസം ചെയ്യാൻ? 3 ലോകത്തെയും നശിപ്പിക്കാൻ കഴിവുള്ള ദിവ്യാസ്ത്രമായ ബ്രഹ്മശിരസ്സാണ് ആര് പ്രയോഗിച്ചിട്ടുള്ളത്? അശ്വത്ഥാമാവ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിനെ തടുക്കുന്നതിനു വേണ്ടിയാണ് അർജുനൻ ദ്രോണരുപദേശിച്ച അതേ അസ്ത്രം പ്രയോഗിക്കുന്നത്. രണ്ടുപേരും ഈ അസ്ത്രം പ്രയോഗിച്ചപ്പോൾ സർവഭൂതാത്മാവായ നാരദ മഹർഷിയും ഭാരത പിതാമഹനായ കൃഷ്ണദ്വൈപായനൻ മഹാഭാരത കർത്താവായ വ്യാസനാണ്. വ്യാസനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് 2 അഗ്നികളെപ്പോലെ വന്നു നിന്നു. കത്തിജ്വലിച്ചുകൊണ്ടാണ് 2 അസ്ത്രങ്ങളും പാഞ്ഞെടുക്കുന്നത്. അതിനിടയിൽ മറ്റു 2 അഗ്നികളായി, അഗ്നി എന്ന് പറഞ്ഞാൽ തീ അല്ലേ, അഗ്നികളെപ്പോലെ ഇവർ രണ്ടുപേരും വന്നു നിന്നു. കൃഷ്ണദ്വൈപായനൻ, അതായത് മഹാഭാരത കർത്താവായ വ്യാസൻ്റെ ബാല്യത്തിലെ പേര് കൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് കൃഷ്ണം എന്നു പേരുള്ള ഒരു ദ്വീപിലായിരുന്നതിനാൽ കൃഷ്ണദ്വൈപായനൻ എന്ന പേരുണ്ടായത്. വ്യാസനും അതേപോലെ നാരദ മഹർഷിയും എന്താണ് പറഞ്ഞത്? പല ശസ്ത്രങ്ങളും അറിയുന്ന, പല ആയുധവിദ്യകളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാർ എന്ന് പറഞ്ഞാൽ 10,000 വില്ലാളികളോട് ഏകനായി നിന്ന് പൊരുതുന്നവനാണ് മഹാരഥൻ. തന്നെയും തേരാളിയെയും കുതിരകളെയും മറ്റും രക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ. അങ്ങനെ എല്ലാ ആയുധവിദ്യകളും അറിയുന്ന മഹാരഥന്മാരാരും ഇങ്ങനെയൊരു അസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് വ്യാസനും നാരദ മഹർഷിയും പറയുന്നത്. നിങ്ങൾ മാത്രം എന്തേ ഇങ്ങനെ മഹാനാശകാരിയായ ഈ സാഹസം ചെയ്തത്? മഹത്തായ നാശമുണ്ടാക്കുന്ന ഈ സാഹസം ചെയ്യാൻ നിങ്ങൾ എന്തേ മുതിർന്നത് എന്ന് അവരോട് രണ്ടുപേരും ചോദിക്കുന്നു. അർജുനൻ അവരെ കണ്ട ഉടനെ തൻ്റെ അസ്ത്രത്തെ സത്വരം പ്രതിസംഹരിച്ചു. ഭഗവാന്മാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുമാറാകണം എന്ന് അപേക്ഷിച്ചു. ഈ രണ്ടുപേരെയും കണ്ട ഉടനെ തന്നെ അർജുനൻ എന്താ ചെയ്തത്? തൻ്റെ അസ്ത്രത്തെ സത്വരം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, പെട്ടെന്ന് പ്രതിസംഹരിച്ചു. പ്രതിസംഹരിക്കുക എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക, തിരിച്ചെടുത്തു. എന്നിട്ട് അവരോട് ഭഗവാന്മാർ ഞങ്ങൾക്കും ലോകത്തിനും നല്ലത് വരുത്തുമാറാവണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ബ്രഹ്മ തേജോഭവമായ ആ അസ്ത്രത്തെ ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിച്ചവനല്ലാതെ പ്രതിസംഹരിക്കുക ദുഷ്കരമാണ്. ചെയ്താൽ അത് അവൻ്റെയും കൂട്ടുകാരുടെയും തല തെറിപ്പിക്കും. അതിനാൽ ദ്രൗണി അത് പ്രതിസംഹരിപ്പാൻ കഴിവില്ലാതെ വാശി പിടിച്ച് നിൽക്കുകയായി. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചവനല്ലാതെ ഈ ബ്രഹ്മതേജോഭവമായ ആ അസ്ത്രം പ്രതിസംഹരിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക ദുഷ്കരമാണ്, അതായത് വളരെ പ്രയാസമുള്ളതാണ്. അത് പ്രതിസംഹരിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അത് തിരിച്ചെടുത്താൽ തന്നെ അവൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ തലതെറിപ്പിക്കും. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചവൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ വൃത്തിയിലെ ആദ്യത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ് 4 ആശ്രമങ്ങൾ. അതുകൊണ്ട് തന്നെ ദ്രൗണി അത് തിരിച്ചെടുക്കാൻ കഴിയാതെ, താൻ ഇത് വിട്ട അസ്ത്രം തിരിച്ചെടുക്കാൻ കഴിയാതെ വാശി പിടിച്ച് നിൽക്കുകയായി. കാരണം അത് തിരിച്ചെടുക്കണമെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചവർക്ക് മാത്രമേ അത് തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. വ്യാസൻ പറഞ്ഞു, കുഞ്ഞെ, അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ അല്ല അസ്ത്രമെയ്തത്. അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് അടക്കാനാണ്. അയാളത് പ്രതിസംഹരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ അർജുനനെയും കൂട്ടരെയും നീ എന്തേ കൊല്ലണമെന്ന് വിചാരിച്ചത്? ഈ ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ 12 കൊല്ലം മഴ പെയ്യില്ല. അർജുനൻ അതറിഞ്ഞ് പ്രതിസംഹരിച്ചു. നീയും ചെയ്യൂ, കോപമടക്കൂ. പാണ്ഡവർ നിരാമയരാവട്ടെ. നിന്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിന്റെ പ്രാണൻ വിട്ടുതരൂ. അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ ഒന്നുമല്ല അസ്ത്രമെയ്തത് എന്ന് അശ്വത്ഥാമാവിനോട് വ്യാസൻ പറഞ്ഞു.
അസ്ത്രത്തെ അസ്ത്രം കൊണ്ടടക്കാൻ വേണ്ടി മാത്രമാണ് അർജുനന് ആ അസ്ത്രം പ്രയോഗിച്ചത്. അത് അയാൾ എന്ത് ചെയ്തു? തിരിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അർജുനനെയും കൂട്ടരെയാണ് നീ കൊല്ലണമെന്ന് വിചാരിച്ചത് എന്ന് അശ്വത്ഥാമാവിനോട് വ്യാസഭഗവാൻ പറഞ്ഞു. മാത്രമല്ല, ഈ ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ 12 കൊല്ലം മഴ പെയ്യില്ല. അർജുനൻ അതറിഞ്ഞിട്ട് അത് തിരിച്ചെടുത്തു. നീയും എന്ത് ചെയ്യണം? നിൻ്റെ ദേഷ്യമൊക്കെ അടക്കണം. പാണ്ഡവർ നിരാമയരാവട്ടെ. എന്താ നിരാമയരാവുക എന്ന് പറഞ്ഞാൽ? ദുഃഖമില്ലാത്തവർ ആവുക അല്ലേ? പാണ്ഡവർ ദുഃഖമില്ലാത്തവരാവട്ടെ. നിൻ്റെ ചൂടാമണിയും, അതായത് നീ തലയിൽ അണിഞ്ഞിരിക്കുന്ന രത്നവും ആർക്ക് കൊടുക്കണം? പാണ്ഡവർക്ക് കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ നിൻ്റെ ജീവൻ അവർ വിട്ടുതരൂ എന്നും അശ്വത്ഥാമാവിനോട് വ്യാസഭഗവാൻ പറഞ്ഞു. പാണ്ഡവർ ഈ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ടതൊന്നുമില്ല. ദ്രൗണി പറഞ്ഞു, എൻ്റെ ഈ ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്ര വ്യാധിക്ഷുതങ്ങളിൽ നിന്നും ദേവ ദാനവ നാഗരക്ഷ പ്രഭൃതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല. അതെനിക്ക് ഉപേക്ഷിക്കാൻ മനസ്സില്ല. എന്നാലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് കൊടുത്തേക്കാം. ഇതാ മണി. എന്നാൽ എൻ്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേച്ചണം. അത് പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ. എനിക്കത് പ്രതിസംഹരിക്കാൻ വയ്യ. ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാം. ഭഗവാൻ പറഞ്ഞത് ചെയ്തില്ലെന്ന് വേണ്ട. പാണ്ഡവർ ഈ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതാണെന്ത്? ഈ ചൂടാമണി അല്ലേ? ദ്രൗണി പറഞ്ഞു, എൻ്റെ ഈ ചൂടാമണി ഉണ്ടെങ്കിൽ, അതായത് ഞാൻ തലയിൽ അണിഞ്ഞിരിക്കുന്ന ഈ രത്നം ഉണ്ടെങ്കിൽ ശസ്ത്ര വ്യാധിക്ഷുതങ്ങളിൽ നിന്നും, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം, വ്യാധി എന്ന് പറഞ്ഞാൽ രോഗം, ക്ഷുതം എന്ന് പറഞ്ഞാൽ വിശപ്പ്. അപ്പോൾ ആയുധം, രോഗം, വിശപ്പ് എന്നിവയിൽ നിന്നും, ദേവ ദാനവ നാഗരക്ഷ പ്രവൃത്തികളിൽ നിന്നും, ദേവന്മാർ, ദാനവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, നാഗമെന്ന് പറഞ്ഞാൽ പാമ്പ്, പാമ്പുകളിൽ നിന്ന്, രാക്ഷസന്മാരിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെ രക്ഷ നേടാം. അതുകൊണ്ട് തന്നെ ഇത് ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് അശ്വത്ഥാമാവ് പറയുന്നു. എങ്കിലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഈ ചൂടാമണി കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇതാ മണി എന്ന് പറഞ്ഞ് ആ മണി കൊടുക്കുന്നു. എന്നാൽ എൻ്റെ പുൽക്കൊടി, അതായത് ഞാൻ അസ്ത്രം തൊടുത്തു വിട്ടല്ലോ, ആ അസ്ത്രമായി തൊടുത്തുവിട്ട പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും, സന്തതി എന്ന് പറഞ്ഞാൽ മക്കളല്ലേ, പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്ന് ഏൽക്കണം. അത് പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ. അതായത് ഞാൻ വിട്ട ഈ അസ്ത്രം എനിക്ക് തിരിച്ചെടുക്കാൻ വയ്യ. അതെന്ത് ചെയ്യണം? പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചെന്നേശണം. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വ്യാസൻ പറഞ്ഞു. അതിനപ്പുറമൊന്നും നീ ചിന്തിക്കരുതെന്നും ദ്രൗണിയോട് പറഞ്ഞു. ദ്രൗണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഋഷികേശൻ ഹർഷം പൂണ്ട് ആ പാപിയോട് പറഞ്ഞു, അർജുനൻ്റെ പുത്രവധുവായ ഉത്തരപെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അശ്വത്ഥാമാവ് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലേക്കാണ് ആ അസ്ത്രം അയച്ചത്. അർജുനൻ്റെ പുത്രനാണ് അഭിമന്യു. അഭിമന്യുവിൻ്റെ ഭാര്യയാണ് ഉത്തര. ഉത്തരയുടെ വയറ്റിലുള്ള കുഞ്ഞിന് നേരെ ആ അസ്ത്രം അയച്ചു. എന്നാൽ കൃഷ്ണൻ ആ പാപിയോട് പറഞ്ഞു, അർജുനൻ്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാകുന്ന മകൻ, അതായത് പരീക്ഷിത്ത് അഭിമന്യുവിന് ഉത്തരയിൽ പിറന്ന മകൻ, ആ മകന് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന് കൃഷ്ണൻ പറഞ്ഞു. ദ്രൗണി ശുണ്ഠിയെടുത്തു. അതുണ്ടാവില്ല, നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്. എൻ്റെ വാക്ക് മറച്ചാവില്ല. ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിലേച്ചുക തന്നെ ചെയ്യും. അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതേണ്ട. ദ്രൗണി ദേഷ്യത്തോടുകൂടി പറഞ്ഞു, എന്തായാലും അതുണ്ടാവില്ല. കൃഷ്ണൻ പക്ഷപാതം കൊണ്ട് പറയുകയാണ് എന്നാണ് ദ്രൗണി പറയുന്നത്. എന്തായാലും എൻ്റെ വാക്ക് മറിച്ചാവില്ല. ഞാൻ പ്രയോഗിച്ച അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേച്ചുക തന്നെ ചെയ്യും. അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതണ്ട എന്ന് കൃഷ്ണനോട് ദ്രൗണി പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ആ പരമാസ്ത്രം വീണാൽ വെറുതെയാവില്ല തന്നെ. എന്നാൽ ആ ഗർഭം ചാപിള്ളയായാലും ദീർഘായുസ് നേടും. നീ കാപുരുഷനും പലപ്പോഴും പാപം ചെയ്തവനും ബാലജീവിതഘാതിയുമാണെന്ന് ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നീ അതിൻ്റെ ഫലം നേടുക. നീ 3000 ആണ്ടുകാലം എങ്ങുമേതും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും.
നിസ്സഹായനായി വിജനപ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. പാപാത്മൻ സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടുങ്കാടുകളിൽ തെണ്ടി അലയും. പരീക്ഷിത്താകട്ടെ ആയുസ്സു നേടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കൃപാചാര്യരിൽ നിന്ന് സർവാസ്ത്രങ്ങളും പഠിച്ചറിഞ്ഞ് ക്ഷത്രിയധർമ്മത്തിലിരുന്ന് 60 ആണ്ട് ഭൂമി വാഴും. ഇവർക്കു ശേഷം മഹാബാഹുവായ പരീക്ഷിത്ത്, ദുർബുദ്ധേ, നീ മിഴിച്ചു നിൽക്കെ കുരു രാജാവായി വരും. ഞാൻ അവനെ ജീവിപ്പിക്കും. എൻ്റെ തപസ്സിൻ്റെയും സത്യത്തിൻ്റെയും വീര്യം. നരാധമ, നീ കണ്ടുകൊള്ളുക. കൃഷ്ണൻ പറഞ്ഞു, ആ അസ്ത്രം വീണാൽ വെറുതെ ആവില്ല അല്ലേ, എനിക്കറിയാം. എന്നാൽ ആ ഗർഭം ചാപിള്ളയായാലും അത് ദീർഘായുസ് നേടും. നീ കാപുരുഷനും, കാപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൗരുഷമില്ലാത്തവൻ, അതായത് നിന്ദ്യൻ. നീ നിന്ദ്യനാണെന്ന് അറിയാം. പലപ്പോഴും പാപം ചെയ്തവനാണ് നീ. ബാലജീവിത ഘാതിയുമാണ്. എന്താ ബാലജീവിത ഘാതി എന്ന് പറഞ്ഞാൽ? കുട്ടികളെ കൊല്ലുന്നവന്. ബുദ്ധിമാന്മാർക്കൊക്കെ അതറിയാം. നീ അതിൻ്റെ ഫലവും നേടുക, അതായത് നിനക്കതിൻ്റെ ഫലം കിട്ടും. നീ 3000 ആണ്ട് കാലം എവിടെയും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ ഇങ്ങനെ നടക്കും. മാത്രമല്ല സർവ രോഗങ്ങളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടുങ്കാടുകളിൽ നീ തെണ്ടി അലയും. എന്നാൽ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷിത്താകട്ടെ ആയുസ് നേടിയിട്ട് ബ്രഹ്മചര്യമൊക്കെ അനുഷ്ഠിച്ച് ആചാര്യനിൽ നിന്ന് എല്ലാ അസ്ത്രങ്ങളും പഠിച്ചറിഞ്ഞ് അവൻ ക്ഷത്രിയധർമ്മത്തിലിരുന്ന് 60 വർഷം ഭൂമി വാഴും. അവൻ കുരുവംശത്തിൻ്റെ രാജാവാകും. ഞാൻ അവനെ ജീവിപ്പിക്കും. എൻ്റെ തപസ്സിൻ്റെയും ശക്തിയുടെയും വീര്യം നീ കണ്ടുകൊള്ളുക എന്നും ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞു. ദ്രൗണി കാരണമായി ഉത്തര പ്രസവിച്ച പരീക്ഷിത്ത് ചാപിള്ളയായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ ചാപിള്ളയായി ജനിച്ചെങ്കിലും കൃഷ്ണൻ അതിനെ ജീവിപ്പിക്കുന്നു. പിന്നീട് യുധിഷ്ഠിരന് ശേഷം ഹസ്തിനപുരത്തിലെ രാജാവായത് പരീക്ഷിത്താണ്. വ്യാസനും പറഞ്ഞു, നീ ഞങ്ങളെ അനാദരിച്ച് ആ കടുപ്പം ചെയ്തതുകൊണ്ടും ബ്രാഹ്മണനായിട്ടും നിന്റെ നടപടി ഇതായതുകൊണ്ടും ദേവകീപുത്രൻ പറഞ്ഞ ഉത്തമവാക്യം തീർച്ചയായും ഫലിക്കും. ദ്രൗണി പറഞ്ഞു, ബ്രഹ്മൻ അവിടത്തോടുകൂടി ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ. ഭഗവാൻ പുരുഷോത്തമൻ സത്യവായിക്കൊള്ളട്ടെ. അയാൾ പാണ്ഡവർക്ക് ചൂടാമണി കൊടുത്തു. മനം കെട്ട് അവരെല്ലാം നോക്കി നിൽക്കെ കാടുകയറി. വ്യാസനും കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞത്. ബ്രാഹ്മണനായിട്ടും നീ ചെയ്ത കാര്യങ്ങൾ മോശമായതുകൊണ്ട് തന്നെ ദേവകീപുത്രൻ, അതായത് കൃഷ്ണൻ പറഞ്ഞത് തീർച്ചയായും ഫലിക്കുമെന്ന് വ്യാസനും പറഞ്ഞു. അപ്പോൾ ദ്രൗണി പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് സത്യവാക്കായിക്കൊള്ളട്ടെ, അദ്ദേഹം പറഞ്ഞത് അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചൂടാമണി പാണ്ഡവർക്ക് കൊടുത്ത് മനം കെട്ട് അദ്ദേഹം എല്ലാവരും നോക്കി നിൽക്കെ കാടുകയറി. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ വല്ലവരെപ്പറ്റിയും പറയാമെങ്കിൽ അത് ഈ അശ്വത്ഥാമാവിനെ പറ്റിയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനുമാണ്. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ യോജിക്കുന്നത് അശ്വത്ഥാമാവിന് തന്നെയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനാണ്. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ദീർഘായുസ്സുള്ളവൻ, മരണമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ആരൊക്കെയാണ് ചിരഞ്ജീവികളായിട്ട് കരുതപ്പെടുന്നത്? അശ്വത്ഥാമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, പരശുരാമൻ. ഇവരാണ് ചിരഞ്ജീവികൾ. 1000 ആണ്ടുകളായി സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജനപ്രദേശങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടി അലയുന്ന, അഥവാ ഭഗവാൻ കൃഷ്ണദ്വൈപായനോടൊപ്പം സർവ്വമനുഷ്യരിലും കുടികൊള്ളുന്ന ഈ ദ്രോണപുത്രൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? അതായത് ചിരഞ്ജീവിയായ അശ്വത്ഥാമാവ് സർവ്വ മനുഷ്യരിലും ഇന്നും കുടികൊള്ളുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തരങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ദ്വേഷമത്സരങ്ങൾ ആഘാത പ്രത്യാഘാത രൂപേണ വളർന്ന് കൊടിയ യുദ്ധങ്ങളായി പരിണമിച്ച് തലമുറകളിലൂടെ വീണ്ടും പ്രതികാരേച്ഛയായി ഈട്ടം കൂടി തനിക്കുള്ള അനർഘമായ രത്നം പോയിപ്പോയാലും എതിരാളിക്ക് മൂലോച്ഛേദം വരുത്തിയേ നിൽക്കൂ എന്ന വാശിയായി വേരുറയ്ക്കുന്ന ആ പക എന്ന് പറയുന്ന മനുഷ്യ ശാപമുണ്ടല്ലോ, അതിൻ്റെ പ്രതിനിധിയല്ലാതെ മറ്റൊന്നുമല്ല ഈച്ചകുത്താൻ. അതായത് സ്നേഹം കൊണ്ട് ഒന്നായവർ പോലും എന്തെങ്കിലും കാരണത്താൽ തമ്മിൽ
ഒരു ദേഷ്യം ഉണ്ടായാൽ ആ പക വളർന്ന് അതെന്തായിട്ട് മാറുന്നു? വലിയ യുദ്ധങ്ങളായിട്ട് മാറുന്നു. പിന്നെ തലമുറകളിലൂടെ വീണ്ടും അത് പ്രതികാരം ചെയ്യാനുള്ള മനോഭാവം തലമുറകളിൽ ഉണ്ടാവുന്നു. അശ്വത്ഥാമാവ് ചിന്തിച്ചത് എന്താണ്? തനിക്കുള്ള രത്നം അല്ലേ, തൻ്റെ അനർഘമായ രത്നം പോയാലും എതിരാളികൾക്ക് എന്ത് വരണം? മൂലോച്ഛേദം വരണം. എന്താ മൂലോച്ഛേദം എന്ന് പറഞ്ഞാൽ? വേരോടെ ഇല്ലായ്മ ചെയ്യൽ. അതായത് എതിരാളിക്ക് എന്ത് വരണം? എതിരാളി നശിക്കണം അല്ലേ? അങ്ങനെയുള്ളൊരു വാശിയായി വേരുറയ്ക്കുന്ന മനുഷ്യരുടെ മനസ്സിലെ പക, ആ പക എന്ന മനുഷ്യ ശാപത്തിൻ്റെ പ്രതിനിധിയാണ് ആര്? അശ്വത്ഥാമാവ്. അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയുമായി കൽപ്പിച്ചതിന് അർത്ഥം. അതായത് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്, സർവ്വവ്യാപിയുമാണ്, എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്നവനുമാണ് അല്ലേ? അങ്ങനെ അശ്വത്ഥാമാവിനെ കൽപ്പിച്ചതിന് അർത്ഥം എന്താണ്? പക എന്ന വികാരത്തെ എപ്പോഴും എവിടെയും നമ്മൾ കരുതിയിരിക്കണം. സ്ത്രീയെ എന്ന പോലെ ജ്യേഷ്ഠയെയും ഭഗവതിയായി കണ്ട ആർഷ സംസ്കാരം വ്യാസനെ എന്ന പോലെ അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല. നല്ല മനുഷ്യനായ വ്യാസനെയും മനസ്സിൽ പകയുമായി നടക്കുന്ന ചെകുത്താനായ അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവിയായിട്ട് കണക്കാക്കുന്നു. ഐശ്വര്യത്തെയും അതേപോലെ ചേട്ടയെയും ഭഗവതിയായി കണ്ട ഒരു സംസ്കാരമാണ് നമ്മുടേത്. ജ്യേഷ്ഠ അല്ലെങ്കിൽ ചേട്ട എന്ന് പറയുന്നത് ഒരു ദുർദേവതയാണ്. ആ ദുർദേവതയെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. വള്ളുവനാട്ടിൽ തച്ചനാട്ടുകരയിൽ ചേട്ടയുടെ പ്രതിഷ്ഠതയുള്ള ഒരു ക്ഷേത്രമുണ്ട്. അപ്പം നമ്മൾ ജ്യേഷ്ഠയെയും, അതായത് ദുർദേവതയെയും സ്ത്രീയെയും, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അല്ലേ, ഭഗവതിയായി കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ വ്യാസനെയും അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും അർത്ഥശൂന്യമല്ല എന്നാണ് മാരാര് പറയുന്നത്. അപ്പം നമ്മൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞത് പകയുടെ പ്രതീകമാണ് ആര്? അശ്വത്ഥാമാവ്. മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന പകയുടെ പ്രതീകമാണ് അശ്വത്ഥാമാവ്. മനുഷ്യ മനസ്സിലുണ്ടാകുന്ന കോപവും അതുമൂലമുണ്ടാകുന്ന വൈരാഗ്യം ഒരുപാട് കാലം മനസ്സിൽ സൂക്ഷിച്ച് പ്രതികാരം ചെയ്യുന്ന മനുഷ്യൻ്റെ സ്വഭാവം അത് ഇന്നും മനുഷ്യ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. മനുഷ്യ മനസ്സുകളിൽ ഇപ്പോഴും അശ്വത്ഥാമാവ് ജീവിക്കുന്നു. തെന്മ, അത്യാഗ്രഹം, ചതി, പക, ക്രൂരത ഇവ കൊണ്ടൊക്കെ മനുഷ്യ മനസ്സ് ദുഷിച്ചാൽ അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പാഠഭാഗം ഇനി നന്നായിട്ട് വായിക്കണം.